ാണ് ഈ 77ാമത്തെ വർഷത്തില് ഈ ഒരു വിയോഗം എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല മരണങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭ്യമായിരിക്കുന്നത്. ധാരാളം സുഹൃതങ്ങളിലൂടെ കടന്നു പോകുവാൻ ഈ അമ്മച്ചിക്ക് കഴിയുവാൻ സാധിച്ചിട്ടുണ്ട്. പറ്റുന്നത്രയും കാലഘട്ടം മുഴുവനും ദേവാലയവും ദേവാലയ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു മുറ്റം തന്നെ ധാരാളം പേർക്ക് ആശ്വാസം പകരുവാൻ ഇടം നൽകിയിട്ടുണ്ട്. അത് വരദാനം പോലെ ദൈവം നൽകിയ ആ പ്രകൃതി ചികിത്സയുടെ പേരിൽ 1,00,000-ന് മുകളിൽ ആളുകൾ ഇവിടെ വരികയും ആശ്വാസം തേടി തിരികെ പോവുകയും ചെയ്യുവാൻ ഇടവന്നിട്ടുണ്ട്. അതിൽ ധാരാളം വൈദികരുണ്ട്, ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സും പ്രഗത്ഭരായ വ്യക്തികളും ധാരാളം അൽമായരും ഒക്കെ ആശ്വാസം നേടിയിട്ടുണ്ട്. അമ്മായിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊണ്ടവേദനയുമായി പല്ലുവേദനയുമായി ഒരു ഉമ്മനീര് പോലും ഇറക്കുവാൻ വിഷമം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു നിമിഷം കൊണ്ട് ഏതാനും മിനിറ്റ് കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വലിയ ആശ്വാസം പകരുവാനായിട്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാ. ധാരാളം ആളുകളുടെ സാന്നിധ്യം ഈ വീട്ടുമുറ്റത്ത് തന്നെ കാണുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വീട്ടുമുറ്റം അനേകം ആളുകൾക്ക് ആശ്വാസം പകരുവാൻ ഈ അമ്മച്ചി മൂലം കാരണമായിട്ടുണ്ട് എന്നുള്ളതാ. അത് മാത്രമല്ല, ദൈവിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ തനിക്ക് ദാനമായി ലഭിച്ച എല്ലാ കാര്യങ്ങളിലും ദേവാലയ പണിയുടെ സമയത്ത് ദേവാലയത്തിന് വേണ്ടി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന കാര്യത്തിലും പിന്നോട്ട് നിൽക്കുകയുണ്ടായില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവിക കാര്യങ്ങളോട് 100%, 150% കൂറ് പുലർത്തി ജീവിക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവരും എന്നും സഭയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഓരോ സഭാ വിശ്വാസികളും എന്നുള്ള കാര്യം മോഹമായ ഭാഷയിൽ ഈ അമ്മച്ചി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം ഈ ഒരു ഭവനത്തിൽ വരുവാൻ ഇടവന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും തറവാട് വീടാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിൽ വരുവാനും ഈ ഭവനത്തിലെ ഈ അമ്മച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ധാരാളം ആസ്വദിക്കുവാനും രുചികരമായ ഭക്ഷണം വിളമ്പിത്തന്ന് ആവോളം ആസ്വദിക്കുവാനും സാധിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഞാന്. അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചിയുടെ അവസാനമായിട്ടുള്ള വലിയൊരു ആഗ്രഹമാണ് തൻ്റെ കൊച്ചുമകനെ തിരുപ്പട്ട സ്വീകരണം അത് നേരിട്ട് കാണണം, ഒരു മുത്തം നൽകണം എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു 2025 ഡിസംബർ മാസം വരെ. അത് ഫലസൃപ്തിയായി കഴിഞ്ഞപ്പോൾ പിന്നീട് നല്ല മരണങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ തന്നെ നല്ലവനായ ദൈവം ഈ അമ്മച്ചിയെ ചേർത്ത് പിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആദ്യം മുതൽ അവസാനം വരെയുള്ള ചിന്ത ഇത് ഒരു മാത്രമാണ്. ഏറെ നാള് കിടപ്പ് രോഗിയായിട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പ്രാർത്ഥനയും കൊന്തയുമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു നിയോഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെയല്ല പോകുന്നത്. ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് സന്തോഷത്തോടെ വിടവാങ്ങുന്ന ആ അമ്മച്ചിയെ നോക്കിക്കാണുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭവനവുമായിട്ട് ഏറെ ബന്ധമുള്ളത് കൊണ്ട്, ഈ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയും, ഈ അമ്മച്ചിയെ നമുക്ക് സന്തോഷപൂർവ്വം യാത്രയാക്കണം എന്നുള്ള കാര്യം.
ഈ ഭൂമിയിൽ 77 വർഷങ്ങൾ ജീവിക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിത കാലഘട്ടം മുഴുവനും സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു തറവാട് വീടിൻ്റെതായ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായിട്ട് നിർവഹിക്കുവാൻ ഈ അമ്മച്ചി ഏറെ ഭക്തശ്രദ്ധയായിട്ടുണ്ട്. പല ആളുകൾ വന്നു പോകാറുണ്ട്. അവരെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും സ്നേഹപൂർവ്വം ഭക്ഷണം വിളമ്പുവാനും ഒക്കെ ഈ അമ്മച്ചി ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ധാരാളം ആളുകൾക്കും നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പോലും നല്ല നല്ല ഓർമ്മകൾ ഈ അമ്മച്ചിയെ കുറിച്ച് നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിലാണ് ഈ വിയോഗം സംഭവിക്കുന്നത്. നോമ്പ് കാലഘട്ടത്തിൽ ഓരോ സഭാമക്കളും ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അരികിലേക്കുള്ള ഒരുപടി ഡിപ്പോസിറ്റുകൾ നൽകേണ്ട വലിയൊരു കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചിയും നോമ്പ് കാലഘട്ടങ്ങളിൽ മാത്രമല്ല തന്റെ ആയുസ്സിന്റെ ജീവിത കാലഘട്ടത്തിൽ തനിക്ക് കിട്ടിയ വരദാനങ്ങൾ മുഴുവനും ഒരു സുഹൃതം പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കൃത്യം മാർച്ച് 19 വ്യാഴാഴ്ച തമ്പുരാന്റെ പക്കലേക്ക് ഈ ഒരു യാത്ര നടത്തുവാൻ നല്ല തമ്പുരാൻ ഇടവരുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈ ഒരു വിയോഗം നമുക്ക് ദുഃഖം ഉളവാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ദുഃഖം നമുക്ക് നല്ല അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും നല്ല അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അമ്മച്ചിയെ സ്നേഹപൂർവ്വം തമ്പുരാന്റെ പക്കലേക്കാണ് പോകുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി യാത്രയാക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം യാത്രയാക്കാം. മനുഷ്യരാണ്. മാനുഷികമായ രീതിയിൽ പോരായ്മകൾ എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ പക്കലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കാഴ്ചവെച്ചുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് അമ്മച്ചിയെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ അമ്മച്ചിയെ യാത്രയാക്കുവാൻ സാധിക്കട്ടെ. നാളിതുവരെ ചെയ്ത സുഹൃതങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവസാന യാത്ര നടത്തുന്നത്. വെറുതെ കൂട്ടിപ്പിടിക്കുകയല്ല, തന്റെ കുരിശോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവസാന യാത്രയാണ് ഇത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് ഈ ഭൂമിയിലെ സുഹൃതങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടല്ലേ കടന്നു പോകുന്നത്. ആ നല്ല നല്ല ഓർമ്മകൾക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ കൂടി നമുക്ക് സാധിക്കട്ടെ. നമ്മളോടൊപ്പമായിരിക്കുവാൻ 77 വർഷങ്ങൾ ദൈവം സമ്മാനിച്ചു. ഇനി നല്ല ഓർമ്മകളോടുകൂടി ഈ അമ്മച്ചി ഇനിയും ജീവിക്കട്ടെ നമ്മുടെ മനസ്സുകളിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.